ഹായ് ഓൾ. അപ്പോൾ ഇപ്രാവശ്യത്തെ എസ്ഐയുടെ മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ മെയിൻസിന്റെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ക്ലാസ്സസ് എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. സോ ഇതിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, കണ്ടന്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ ബാക്കി പോർഷൻസും കൂടെ കണ്ടിന്യൂ ചെയ്യുന്നു. സോ ഞാനിപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഫസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ്, ഭാരതീയ ന്യായ സംഹിത. സോ നമുക്കതിൽ ഒരുപാട് സെക്ഷൻസ് പഠിക്കാനുണ്ട്. അതിൽ സ്റ്റാർട്ടിങ്ങിൽ ഡെഫിനിഷൻ ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് സെക്ഷൻസ് ആണ്. നമുക്ക് അതിൽ നിന്ന് ആദ്യം പഠിക്കാം. സോ ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ബെയർ ആക്ട് ആണ്. ഗൂഗിൾ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് പോയിട്ട് BNSന്റെ ബെയർ ആക്ട് എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ PDF ഫോമിൽ ഇത് അവൈലബിൾ ആണ്. ആക്ട് പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ബെയർ ആക്ട് ആണ്. അപ്പം നമുക്ക് മറ്റ് ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ ക്ലാസ്സസോ കണ്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കണ്ടന്റ് നമ്മൾ പഠിച്ചു പോവുമെങ്കിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ബെയർ ആക്ട് യൂസ് ചെയ്യുക. ഇപ്പം ക്ലാസ് ഒക്കെ നിങ്ങൾ കണ്ടോളൂ, ഏത് ക്ലാസ് കണ്ടാലും റാങ്ക് ഫയൽ യൂസ് ചെയ്താലും അതിനുശേഷം അതൊന്ന് ഒരു റൗണ്ട് പഠിച്ചിട്ട് ബെയർ ആക്ട് ഒരു പ്രാവശ്യം നന്നായിട്ട് വായിച്ചു നോക്കുക. ഇപ്പം ബെയർ ആക്ടിലെ സെക്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചു നോക്കി അതിനകത്ത് എക്സ്പ്ലനേഷൻസ് ഉണ്ടാവാം, ഇലുസ്ട്രേഷൻസ് ഉണ്ടാവാം. അതൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കിയാലേ നമുക്ക് കാര്യങ്ങൾ നന്നായിട്ട് ക്ലിയർ ആവുള്ളൂ. സോ ഞാനിപ്പം ബെയർ ആക്ട് ആണ് എടുത്തിരിക്കുന്നത്. ഗൂഗിൾ അവൈലബിൾ ആണ്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇവിടെ ഇപ്പം ശ്രദ്ധിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമുക്ക് പ്രസിഡന്റിന്റെ അസെന്റ് എപ്പോഴാണ് പ്രസിഡന്റ് ഈ ആക്ടിന് സൈൻ ചെയ്തതെന്നുള്ള ഡേറ്റ് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? 25th December 2023. ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. ചിലപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ലോക്സഭയിലോ രാജ്യസഭയിലോ ഒക്കെ പാസ്സായ ഡേറ്റ് ഒക്കെ ചോദിക്കും. അതുപോലെ തന്നെ പ്രസിഡന്റ് സൈൻ ചെയ്ത ഡേറ്റും എൻഫോഴ്സ് ചെയ്ത ഡേറ്റും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് ആക്ടിന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പ്രസിഡന്റ് ഫൈനലി സൈൻ ചെയ്ത് അപ്രൂവ് ചെയ്ത ഡേറ്റ് ആണ്. അതാണ് 25th December 2023. പിന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ പ്രിലിമിനറി ആണ്. ഏത് ആക്ട് എടുത്താലും ഫസ്റ്റ് ചാപ്റ്റർ പ്രിലിമിനറി ആണ്. ബേസിക്കലി ഈ ആക്ട് എവിടെയൊക്കെ ആപ്ലിക്കബിൾ ആണ്, ഈ ആക്ടിന്റെ പേര് എന്താണ്, അങ്ങനത്തെ ബേസിക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ പൊതുവെ കൊടുക്കുന്നത്. എന്താണ്? ഭാരതീയ ന്യായ സംഹിത 2023. ഇതിലിപ്പോ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെയൊക്കെ കമ്മിറ്റ് ചെയ്യുന്ന ഒഫൻസിലാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് 3 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നെന്താ പറയുന്നത്? എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഇൻ എനി പ്ലേസ് വിത്തൗട്ട് ആൻഡ് ബിയോണ്ട് ഇന്ത്യ. ഇന്ത്യൻ സിറ്റിസൺ ആണോ? അയാൾ ഇന്ത്യയിൽ ആവണം എന്നൊന്നുമില്ല. വേറെ ഏത് രാജ്യത്താണെങ്കിലും ഒരു ഇന്ത്യൻ സിറ്റിസൺ എവിടെ ഇരുന്ന് എന്ത് കാര്യം ചെയ്താലും അത് ഈ ആക്ടിന്റെ അണ്ടറിൽ വരും. രണ്ടാമത്തെ എന്താ പറയുന്നത്? എനി പേഴ്സൺ ഓൺ എനി ഷിപ്പ് ഓർ എയർക്രാഫ്റ്റ് രജിസ്റ്റേർഡ് ഇൻ ഇന്ത്യ വാട്ട് എവർ ഇറ്റ് മേ ബി. സോ വേർ എവർ ഇറ്റ് മേ ബി. അപ്പോൾ ഒരു ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കപ്പലോ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റോ, അത് ചിലപ്പം ഈ ക്രൈം നടക്കുന്ന സമയത്ത് അത് ചിലപ്പം എന്താണ് അറ്റ്ലാന്റിക് ഓഷനിലോ എല്ലാം ആയിരിക്കാം. പക്ഷെ ഡസൻ മാറ്റർ. അത് ഇന്ത്യയിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കപ്പലാണെങ്കിലും അതിൽ ഒരാൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ആക്ടിന്റെ അണ്ടറിൽ വരും. അതിൽ ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്നുണ്ടോ? ഇല്ല, അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ഇന്ത്യൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കപ്പലിലോ എയർക്രാഫ്റ്റിലോ ആര് ഒഫൻസ് കമ്മിറ്റ് ചെയ്താലും അത് ഈ സെക്ഷന്റെ അണ്ടറിൽ വരും. പിന്നെ എന്താ പറയുന്നത്? എനി പേഴ്സൺ ഇൻ എനി പ്ലേസ് വിത്തൗട്ട് ആൻഡ് ബിയോണ്ട് ഇന്ത്യ കമ്മിറ്റിംഗ് ഒഫൻസ് ടാർഗറ്റിംഗ് എ കമ്പ്യൂട്ടർ റിസോഴ്സ് ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് വേറെ എവിടെ ഇരുന്നോ, അത് ഇന്ത്യയുടെ തന്നെ ഉള്ളിലായിക്കോട്ടെ, വേറെ ഏത് രാജ്യത്തായിക്കോട്ടെ, വേറെ എവിടെ ഇരുന്ന് ഒരാൾ ക്രൈം കമ്മിറ്റ് ചെയ്താലും അത് ഈ ആക്ടിന്റെ അണ്ടറിൽ വരും. എക്സാമ്പിൾ, ഒരാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കമ്പ്യൂട്ടറിനെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആവണം എന്നില്ല, അയാൾ ഇന്ത്യയിലേ ഇല്ല അയാൾ, ബട്ട് സ്റ്റിൽ അയാൾ ഇന്ത്യൻ ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടറിനെ ടാർഗറ്റ് ചെയ്ത് അയാൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് അത് എന്തിന്റെ അണ്ടറിൽ വരും? ഈ ആക്ടിന്റെ അണ്ടറിൽ വരും. സോ ഇത്രയാണ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ള മെയിൻ ഡെഫിനിഷൻ ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് എന്നാണ്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. അതില് സെക്ഷൻ 2-ലാണ് ഡെഫിനിഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരുപാട് സെക്ടേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാം പഠിക്കേണ്ട. നമുക്ക് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സിലബസ് നോക്കി അറിയുന്നുണ്ടോ? ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സെക്ഷൻസ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ സെക്ഷൻസ് മാത്രം പഠിച്ചാൽ മതി. സോ നമുക്ക് ആ സെക്ഷൻസിലേക്ക് പോകാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സെക്ഷൻ 2 + 3 ആണ്. അപ്പം സെക്ഷൻ 2 + 3 ചൈൽഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിലെ എവിടെയും ചൈൽഡ് എന്ന ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്? എനി പേഴ്സൺ ബിലോ ദ ഏജ് ഓഫ് 18 years.
18 വയസ്സിന് താഴെയുള്ള ഏത് കുട്ടീനെ ഏതൊരാളെയും നമ്മൾ എന്തെന്ന് പറയും, ചൈൽഡ് എന്ന് പറയും. സോ പക്ഷെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ സെക്ഷൻസ് ശ്രദ്ധിക്കുമ്പോൾ അറിയാം, ചില സെക്ഷൻസിൽ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അപ്പൊ ആ സെക്ഷനിൽ തന്നെ അത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ, ഇവിടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടി അല്ലെങ്കിൽ 7 വയസ്സിന് താഴെയുള്ള കുട്ടി എന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ടോ? അല്ലാതെ അതിന് സ്പെഷ്യൽ മെൻഷൻ ഇല്ലാണ്ട് എവിടെ ചൈൽഡ് എന്ന വേർഡ് യൂസ് ചെയ്താലും അതിനർത്ഥം 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി എന്നാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള സെക്ഷനാണ് സെക്ഷൻ 2 സബ് ക്ലോസ് 4 കൗണ്ടർ ഫീറ്റ്. എന്താണ് കൗണ്ടർ ഫീറ്റ് എന്നാണ് നമുക്ക് പറയുന്നത്? എ പേഴ്സൺ ഇസ് സെർവ്ഡ് ടു കൗണ്ടർ ഫീറ്റ് who causes one thing to resemble another thing, intending by means of that resemblance to practice deception or knowing it to be likely the deception will be practiced. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ഇന്റൻഡിങ്. എന്താണ് ഇന്റൻഷൻ ഉണ്ടാവണം ഒരാളെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഒരാൾ പറ്റിക്കപ്പെടും എന്ന് ഇന്റൻഷനോട് കൂടി ഒരാൾ ഒരു സാധനത്തിന്റെ റിസംബ്ലൻസ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ, എക്സാമ്പിൾ എന്താ, നമുക്കൊരു ഡോക്യുമെന്റ് എടുക്കാം. ഒരാൾ അറിഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഫേക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ നോർമൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഫേക്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റ് വെച്ച് എനിക്ക് ഒരാളെ പറ്റിക്കണം, അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഒരാൾ പറ്റിക്കപ്പെടും എന്ന് അയാൾക്കറിയാം. അങ്ങനെ ഒരു ഇന്റൻഷനോടുകൂടി ഒരാൾ ഒരു സാധനം, ഒരു റിസംബ്ലൻസ് ഉള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് നമുക്ക് കൗണ്ടർ ഫീറ്റ് എന്ന് പറയാം. 2 എക്സ്പ്ലനേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്, ഇറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ ടു കൗണ്ടർ ഫീറ്റിംഗ് ദാറ്റ് ദ ഇമിറ്റേഷൻ ഷുഡ് ബി എക്സാക്ട്. ഒന്നാമത്തെ സാധനം പറയുന്നത് ഈ പറയുന്ന ഇമിറ്റേഷൻ എക്സാക്ട് ആണെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഡോക്യുമെന്റ്സിൽ നമ്മൾ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിൽ ചിലപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. സോ എക്സാക്ട് കോപ്പി ആയിരിക്കില്ല, പക്ഷെ അത് ഒരാളെ അത് ഉപയോഗിച്ച് ഒരാളെ പറ്റിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു കൗണ്ടർ ഫീറ്റ് ആണ്. അത് എക്സാക്ട് കോപ്പി ആണെന്ന് ഒരു നിർബന്ധമില്ല. രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ എന്താ പറയുന്നത്, when a person causes one thing to resemble another thing and the resemblance is such that a person might be deceived thereby and shall be presumed until the contrary is proved, that the person so causing the one thing to resemble the other thing intended by means of that resemblance to practice deception or knew it likely that the deception could be very practiced. So പൊതുവെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരാള് നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈമിന് അക്യൂസ്ഡ് ആക്കിയാൽ അയാൾ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാതെ നമുക്ക് അയാളാണ് അത് ചെയ്തതെന്ന് പറയാൻ പാടില്ലാണ്. അയാൾ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ അയാൾ നിരപരാധിയായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെ? പക്ഷെ ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് കൗണ്ടർ ഫീറ്റിന്റെ കേസിൽ അങ്ങനെയല്ല. ഒരാൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് റിസംബിൾ ചെയ്യുന്ന രീതിയിൽ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പോൾ അയാളെ അങ്ങനെ ഒരാൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനു വേണ്ടിയല്ല, ഒരാളെ പറ്റിക്കാൻ വേണ്ടിയല്ല, ഒരു തമാശയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി, ഇത് എന്റെ ഉദ്ദേശം ഒരാളെ പറ്റിക്കുക എന്നുള്ളതല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ അയാളെ അത് പറ്റിക്കാൻ വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തതാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുള്ളൂ. എന്ന് വെച്ചാൽ അയാൾ ഗിൽറ്റി ആണെന്ന് നോട്ട് ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യാത്തത്തോളം കാലം അയാൾ ഗിൽറ്റി ആയിട്ട് തന്നെ അയാൾ കൺസിഡർ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. സോ ഇത് രണ്ടാണ് മെയിൻ ആൻഡ് എക്സ്പ്ലനേഷൻസ്. സോ നമ്മളിപ്പം ഒരു റാങ്ക് ഫയൽ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ എക്സ്പ്ലനേഷൻസ് ഒന്നും കാണില്ല. സോ നമ്മൾ ചിലപ്പം എക്സാമിന് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഈ എക്സ്പ്ലനേഷൻ ആയിരിക്കും. ഒന്ന് ജസ്റ്റ് ആലോചിച്ച് ഒരു നമ്മൾ കൗണ്ടർ ഫീറ്റ് എന്താണെന്ന് പഠിച്ചിട്ട് ചിലപ്പോൾ അതിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് കോപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കൗണ്ടർ ഫീറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഡൗട്ട് എടുക്കും. എക്സാക്ട് കോപ്പി അല്ലെങ്കിൽ ചിലപ്പോൾ അത് ആൾക്കാർ പറ്റിക്കപ്പെടില്ലല്ലോ എന്നുള്ളൊരു രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് ക്വസ്റ്റ്യൻസ് കൊളവാക്കും. അതുകൊണ്ടാണ് ഡയറക്റ്റ് യൂസ് ചെയ്ത് തന്നെ പഠിക്കുക എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ എക്സ്പ്ലനേഷൻസ് കാണും, ഇലുസ്ട്രേഷൻസ് കാണും. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ആ കാര്യത്തിൽ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, അപ്പം നമ്മൾ പൊതുവെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരാള് ഗിൽറ്റി എന്ന് പ്രൂവ് ചെയ്യാത്തടത്തോളം കാലം അവരെ നിരപരാധിയായിട്ട് തന്നെ കൺസിഡർ ചെയ്യും. പക്ഷെ കൗണ്ടർ ഫീറ്റിന്റെ കേസിൽ അങ്ങനെയല്ല എന്നുള്ളത് തിരിച്ചാണ്. അയാള് അത് എന്താണ് ഒരാളെ പറ്റിക്കുക എന്നുള്ള ഇന്റൻഷനോട് കൂടി ക്രിയേറ്റ് ചെയ്തതല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് വരെ അയാൾ അങ്ങനെ അതിനുവേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ അതിനെ കൺസിഡർ ചെയ്യുള്ളൂ. സോ ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് 2 ക്ലോസ് 8 ആണ്. ഇതില് ഡോക്യുമെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പിന്നീട് ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്ട് പഠിക്കുമ്പോൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ ഇപ്പോഴത്തെ പുതിയ ആക്ട് എന്താണ്, ഭാരതീയ സാക്ഷി അധിനിയം, അത് പഠിക്കുമ്പോൾ അതിലും ഡോക്യുമെന്റ്സിന്റെ ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. So almost same definition തന്നെയാണ്. Any matter expressed or described upon any substance by any means, letters, figures, marks or more than one of those means, include electronic and digital record, which intended to be used or which may be used as an evidence of that matter.
ഓക്കെ, എന്താണ് ഒരു ഡോക്യുമെന്റ് എന്നുകൊണ്ട് ഈ ആക്ടിന്റെ അണ്ടറിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് സബ്സ്റ്റൻസിലും ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എക്സ്പ്രസ് ചെയ്യുവോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുവോ ചെയ്യുന്നത്, അത് പേപ്പർ ആവണമെന്നുണ്ട് ഇല്ല, ഇതിൽ പറയുന്നില്ല അത് പേപ്പർ ആവണമെന്നൊന്നും പറയുന്നില്ല. ഈ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് പേപ്പർ ആവാം, ചിലപ്പോൾ ഒരു ഭിത്തിയിൽ എഴുതിയതാവാം, ഒരു തുണിയിൽ എഴുതിയതാവാം. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ഏത് ഒരു സബ്സ്റ്റൻസിന്റെ മണ്ണിലും നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയോ ഡിസ്ക്രൈബ് ചെയ്യുകയോ ചെയ്ത ഒരു കാര്യം എഗെയിൻ അത് എഴുതണം എന്ന് തന്നെ ഉണ്ടോ? ഇല്ല. സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ്, ഫിഗേഴ്സ് ഓഫ് മാർക്സ്. അത് ലെറ്റർ ആവണം, ഒരു എഴുതിയത് തന്നെ ആവണം എന്നില്ല, അതൊരു പടമാകാം, ഒരു ഫിഗർ ആകാം, ഒരു എന്തെങ്കിലും ജസ്റ്റ് ഒരു മാർക്ക് ആവും, എന്ത് വേണമെങ്കിലും അതാകാം. പിന്നെ ഇവിടെ എന്താണ്, അത് ഇലക്ട്രോണിക്കും ആകാം ഡിജിറ്റലും ആകാം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇലക്ട്രോണിക്കും ഡിജിറ്റൽ ഫോമിലായാലും അതും തന്നെയായിരിക്കും, ഡോക്യുമെന്റ് ആയിരിക്കും. intended to be used or which may be used as an evidence of that matter. അങ്ങനെ ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തുമായിക്കോട്ടെ അതെന്തായിരിക്കും, ഡോക്യുമെന്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് immaterial by what means or upon what substance the letters, figures or marks are formed, or whether the evidence is intended or may be used in court. ഓക്കെ, ഒന്നാമത്തെ പറയുന്ന എന്താ കാര്യം, ഇത് ആ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം സാധനം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. ഞാൻ പറഞ്ഞോളൂ, ഈ സബ്സ്റ്റൻസ് എന്താവണമെന്നൊന്നുമില്ല, പേപ്പർ ആവണമെന്നൊന്നുമില്ല, എന്തും ആയിക്കോട്ടെ, എന്ത് സബ്സ്റ്റൻസിന്റെ മണ്ടയിലും എഴുതിയതാണെങ്കിൽ അതിന് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ നമ്മൾ മുകളിൽ പറഞ്ഞൊരു പോയിന്റ് എന്തായിരുന്നു, വിച്ച് മേ ബി യൂസ്ഡ് ആസ് എൻ എവിഡൻസ്, ഒരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അതിന് ഡോക്യുമെന്റ് പറയുന്നു പറഞ്ഞു. ഇനി ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് വെദർ ദ എവിഡൻസ് ഇസ് ഇന്റൻഡഡ് ടു ബി, അതൊരു എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കണം എന്ന ഇന്റൻഷനോട് ക്രിയേറ്റ് ചെയ്തതാവണം എന്ന് നിർബന്ധമില്ല. അത് നമുക്ക് പിന്നീട് തന്നെ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അതൊരു ഡോക്യുമെന്റ് ആണ്. പിന്നെ അതിന്റെ ഒരു കുറച്ച് ഇലുസ്ട്രേഷൻസ് കൊടുത്തിരിക്കുകയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ റൈറ്റിംഗ് എക്സ്പ്രഷൻ ദ ടേം ഓഫ് കോൺട്രാക്ട്, ഒരാള് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് ഒരു എവിഡൻസ് ആണ്, അല്ലെ, അതൊരു ഡോക്യുമെന്റ് ആണ്. ഇപ്പം ഒരു ബാങ്കിന്റെ ചെക്ക്, ഇപ്പൊ ഒരാൾ ബാങ്കിന്റെ ഒരു ചെക്ക് കൊടുക്കുമ്പോൾ അത് നാളെ എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ള ഇന്റൻഷനോട് കൊടുക്കുന്നതല്ല, ഇറ്റ്സ് ജസ്റ്റ് എ ബാങ്ക് ചെക്ക്. പക്ഷെ പിന്നീട് ഒരു കേസിൽ അതൊരു എവിഡൻസ് ആയിട്ട് മാറും, അല്ലെ. അപ്പൊ അങ്ങനത്തെ ഇപ്പം അത് എവിഡൻസ് വേണ്ടി ക്രിയേറ്റ് ചെയ്യണമെന്നില്ല, അത് എന്തൊരു ആകാം, പിന്നീട് അതിന് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ഡോക്യുമെന്റ് ആണ്. പിന്നെ ഒരു പവർ ഓഫ് അറ്റോർണി എന്താണ്, ഒരു ഡോക്യുമെന്റ് ആണ്. ഒരു മാപ്പോ ഒരു പ്ലാനോ ഡോക്യുമെന്റ് ആണ്. ഞാൻ പറഞ്ഞു, ഒരു റൈറ്റിംഗ് ഫോമിൽ ഉണ്ടാവണം നിർബന്ധമില്ല, ഒരു ഡ്രോയിങ് ഫോമിലാവാം, ഒരു സ്കെച്ച് ആവാം, എന്തായാലും എന്താണ് അതും ഒരു ഡോക്യുമെന്റ് ആണ്. ഇനി സംതിങ് ദാറ്റ് കണ്ടെയ്ൻ ഡയറക്ഷൻ ഓർ ഇൻസ്ട്രക്ഷൻസ്, അതും ഒരു ഡോക്യുമെന്റ് ആണ്. ഒരു എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പോകാനുള്ള ഡയറക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതി ഒരു പേപ്പർ നമുക്ക് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും എന്താണ്, ഒരു ഡോക്യുമെന്റ് ആണ്. ഇനി രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ എന്താണ് പറയുന്നത്, എക്സ്പ്രസ് ബൈ മീൻസ് ഓഫ് ലെറ്റേഴ്സ്, ഫിഗേഴ്സ് ഓഫ് മാർക്ക് as explained by the merchandise or other usage. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മെർക്കൻഡൈൽ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ലെറ്ററിനെയോ ഫിഗറിനെയോ മാർക്കിനെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് യൂസ് ചെയ്യും. അതിലിവിടെ അത് ചിലപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ എന്താണെന്ന് നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല. അതിന് നല്ലൊരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്, എ റൈറ്റ് ഹിസ് നെയിം ഓൺ ദ ബാക്ക് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേബിൾ ടു ഹിസ് ഓർഡർ. The meaning of the endorsement explained by the mercantile usage is that the bill is to be paid to the holder. The endorsement is a document and shall be constructed in the same manner as if the words payable to holder or the word to that effect has been written over the signature. അപ്പോൾ എന്താ പറയുന്നത്, ഒരു മെർക്കൻഡൈൽ അയാളുടെ ബില്ല്, ഒരു പേയബിൾ എക്സ്ചേഞ്ച് ബില്ലിന്റെ ബാക്കിൽ അയാളുടെ പേര് എഴുതാണ്. സോ ജസ്റ്റ് അയാളുടെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അയാൾ അങ്ങനെ പേര് എഴുതിയത് കൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് എന്താണ്, ഇത് ഈ ബില്ല് ഇതിന്റെ ഹോൾഡറിന് പേ ചെയ്യാനുള്ളതാണ് എന്നാണ് അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ബില്ലിന്റെ ബാക്കിൽ അയാൾ ജസ്റ്റ് അയാളുടെ പേരൊന്ന് എഴുതാണ്. അതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് എന്താണ്, ഈ ബില്ല് ഈ ഹോൾഡറിന് പേ ചെയ്യാനുള്ളതാണ് എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മൾ നോക്കുമ്പോൾ ഇത് ജസ്റ്റ് പേരല്ലേ എഴുതിയിട്ടുള്ളൂ എന്ന് വിചാരിക്കും, പക്ഷെ അല്ല, അതൊരു ഡോക്യുമെന്റ് ആണ്. അയാൾ അവിടെ ഉദ്ദേശിച്ചത് ഇപ്പം ഇറ്റ്സ് പെയ്ഡ് ടു ദ ഹോൾഡർ എന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്ത് എഴുതിയിട്ടില്ലെങ്കിലും അയാൾ ജസ്റ്റ് പേര് ചെയ്യുന്നതുകൊണ്ട് അയാൾ ഉദ്ദേശിച്ചത് പേയബിൾ ടു ദ ഹോൾഡർ എന്നാണെങ്കിൽ അതൊരു എന്താണ്, ഒരു എവിഡൻസ് തന്നെയാണ്. സോ അതാണ് പറഞ്ഞത്, കംപ്ലീറ്റ് സെന്റൻസ് വേണമെന്നില്ല, റൈറ്റിംഗ് ഫോമിൽ തന്നെ ആവണമെന്നില്ല, അതൊരു ഫിഗറോ അതൊരു എന്താണ് മാർക്സോ ലെറ്റേഴ്സോ എന്തായാലും അതും തന്നെയാണ്, ഒരു ഡോക്യുമെന്റ് ആണ്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്തത് സെക്ഷൻ 2 ക്ലോസ്
13 ആണ്. ടു ക്ലോസ് 13 ഹാർബറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം എന്താണ് ഹാർബർ എന്ന് വെച്ചാൽ which includes supplying a person with shelter, food, money, clothes, armor, and ammunition, or any means of convenience, or assisting any person by any means, whether the same kind as the enumerated in the clause or not. എന്തിനാണ് ടു evade apprehension എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരാളെ സഹായിക്കുകയാണ്, അയാൾ ഒളിവിൽ പോകാൻ സഹായിക്കുകയാണ്, അല്ലെങ്കിൽ അയാളെ പിടിക്കപ്പെടാണ്ടിരിക്കാൻ അയാളെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ അയാളെ ഒളിപ്പിക്കുകയാണ്. ഇപ്പൊ നമ്മൾ അയാൾക്ക് ഒരു ഷെൽട്ടർ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പൈസ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ടി ക്ലോത്ത് എന്തെങ്കിലും തുണി കൊടുത്താലോ, ആവാൻ അന്വേഷിച്ചു എന്താണ് തോക്കും അല്ലെങ്കിൽ കുറച്ച് ബുള്ളറ്റ്സ് ഒക്കെ കൊടുത്താണ് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടാൻ വേണ്ടി ജസ്റ്റ് നമ്മളൊന്ന് അസിസ്റ്റ് ചെയ്യുവാണ്, അത് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഹാർബർ എന്ന് പറയും. ഇനി ഇതിന് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട് വെദർ ദ സെയിം കൈൻഡ് ആസ് ദോസ് എന്യൂമറേറ്റഡ് ഇൻ ദിസ് ക്ലോസ് ഓർ നോട്ട്. ഇപ്പൊ ഈ ക്ലോസിൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ഈ ക്ലോസിൽ പറഞ്ഞ രീതിയിൽ തന്നെ ആവണമെന്നില്ല, വേറെ ഏത് രീതിയിലും അയാളെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർബറിന്റെ അണ്ടറിൽ വരും. എന്താണ് ഒരു എക്സാമ്പിൾ പറയാം, ഇപ്പൊ അയാളെ ബസ് കയറ്റി വിടാൻ വേണ്ടി നമ്മൾ സഹായിച്ചു, അതും ഒരു ഹെൽപ്പ് തന്നെയല്ലേ. സോ നമ്മൾ ഏത് രീതിയിൽ ഒരാളെ എന്താണ് ഈ ടു വേഡ് ആപ്രിഹെൻഷൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ അയാളെ എന്ത് രീതിയിൽ ഹെൽപ്പ് ചെയ്താലും അത് എന്തിന്റെ അണ്ടറിൽ വരും? ഹാർബറിന്റെ അണ്ടറിൽ വരും. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് 2 ക്ലോസ് 14 ആണ്, ഇഞ്ചുറി. അപ്പോൾ ഇതിൽ നമ്മൾ സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനി ഹാം വെദർ illegally caused to any person, body, mind, reputation or property. സോ പൊതുവെ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ബോഡിയിൽ പറ്റിയ ഇഞ്ചുറീസ്, ചെറിയ മുറിവുകളൊക്കെയാണ് നമ്മൾ ഇഞ്ചുറീസ് എന്ന് സാധാരണ പറയാനുള്ളത്. പക്ഷേ ഈ ആക്റ്റീവ് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ അത് ബോഡിയിൽ സംഭവിക്കുന്നത് മാത്രമല്ല. സോ ഇല്ലീഗലി ഒരാള് ഏതൊരാളിലേക്ക് നമ്മൾ കോസ് ചെയ്യുന്ന എന്തും ആവാം. അത് അയാളുടെ ബോഡിക്കാവാം, അയാളുടെ മൈൻഡിനാവാം, അയാളുടെ റെപ്യൂട്ടേഷൻ ആവാം, അയാളുടെ പ്രോപ്പർട്ടിക്കാവാം. ഒരാളുടെ റെപ്യൂട്ടേഷൻ കളയാൻ വേണ്ടി നമ്മൾ ഒരാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയാണ് കോടതിയിൽ. അപ്പം അത് അയാളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് അയാളുടെ റെപ്യൂട്ടേഷന് നമ്മളൊരു ഇഞ്ചുറി കോസ് ചെയ്താൽ അത് എന്തിന്റെ അണ്ടറിൽ വരും? ഈ ഇഞ്ചുറി അണ്ടറിൽ വരും. ഒരാളുടെ പ്രോപ്പർട്ടിക്ക് നമ്മൾ മനഃപൂർവ്വം വേറെ ആൾക്കാരോട് വന്ന് പറയാണ് ആ പ്രോപ്പർട്ടിയിൽ ഒരു പ്രേതബാധയൊക്കെ ഉണ്ട്, കുറെ പേര് ആത്മഹത്യ ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങാൻ വരുന്നവരൊന്നും വാങ്ങാണ്ട് പോവാണ്. സോ അങ്ങനെ നമ്മൾ ഒരാളുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും ഡാമേജസ് കൊണ്ടുവരികയാണെങ്കിൽ അതും പ്രോപ്പർട്ടിയിൽ കോസ് ചെയ്യുന്ന ഒരു ഇഞ്ചുറിയാണ്. ഒരാളെ മാനസികമായിട്ട് നമ്മൾ തളർത്താൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ തളർത്തിയാൽ അയാളുടെ മൈൻഡിനെ കോസ് ചെയ്യുന്ന ഇഞ്ചുറിയാണ്. സോ ഇഞ്ചുറി എന്ന് പറയുന്നത് ബോഡി മാത്രമല്ല, അയാളുടെ മൈൻഡ് ആവാം, റെപ്യൂട്ടേഷൻ ആവാം, പ്രോപ്പർട്ടി ആവാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് വന്നത് സെക്ഷൻ 2 ക്ലോസ് 28 ആണ്. 28 പറയുന്ന സിമ്പിൾ ആണ്, ഇറ്റ്സ് ജസ്റ്റ് പബ്ലിക് സെർവൻറ്റ്. ആരാണ് പബ്ലിക് സെർവൻറ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. പക്ഷെ ഇതിൽ കുറേ സബ് ക്ലോസസ് ഉണ്ട്. ഇതിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ആരാണ് പബ്ലിക് സെർവൻറ്റ് എന്നുള്ളത് ഒരുപാട് സബ് ക്ലോസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സബ് ക്ലോസസും നന്നായിട്ട് വായിച്ചിട്ട് പോകും. കാരണം ചിലപ്പോൾ സബ് ക്ലോസിന്റെ അകത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടായിരിക്കും ചോദിക്കുന്നത് ഈ പറയുന്ന വ്യക്തി ഒരു പബ്ലിക് സെർവന്റ് ആണോ എന്ന്. ഇപ്പൊ പൊതുവെ നമ്മൾ പബ്ലിക് സെർവന്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അസെപ്ഷൻ ഉണ്ട്, എന്താണ് ഗവൺമെന്റിന്റെ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ് ഞങ്ങൾ പബ്ലിക് സെർവന്റ് ആണ്, അങ്ങനെയാണോ? അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ഓരോ സബ് സെക്ഷൻസിലേക്കും നോക്കാം. ഒന്നാമത് പറയുന്നതാണ് എവറി കമ്മീഷൻഡ് ഓഫീസർ ഇൻ ആർമി, നേവി ഓർ എയർഫോഴ്സ്. ആർമിയിലോ നേവിയിലോ എയർഫോഴ്സിലോ കമ്മീഷൻഡ് ആയിട്ടുള്ള എല്ലാ ഓഫീസേഴ്സും പബ്ലിക് സെർവന്റ് ആണ്. ഓക്കെ, ഡീസെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എവറി ജഡ്ജ് ഇൻക്ലൂഡിംഗ് എനി പേഴ്സൺ എംപവേർഡ് ബൈ ലോ ടു ഡിസ്ചാർജ് എന്താണ് വെദർ ബൈ ഹിംസെൽഫ് ഓർ ആസ് എ മെമ്പർ ഓഫ് എനി ബോഡി എനി അഡ്ജുഡിക്കേറ്ററി ഫങ്ഷൻസ്. ജുഡീഷ്യൽ ഫങ്ഷൻസ് നടത്താൻ വേണ്ടി അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഏതൊരു വ്യക്തിയും പബ്ലിക് സെർവന്റ് ആണ്. അത് ജഡ്ജ് ആവാം, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാവാം, ആരായാലും അവരെന്താണ് ഒരു പബ്ലിക് സെർവന്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ് എവറി ഓഫീസർ ഓഫ് എ കോർട്ട്, അതാരൊക്കെയാണ്? ലിക്വിഡേറ്റർ ആവാം, റിസീവർ ആവാം, കമ്മീഷണർ ആവാം, whose duty is it is as such officer to investigate or report any matter of law or fact, or to make, authenticate, or to keep any document, or to take charge of or depose any property, execute any judicial process, or to administer any oath, interpret, preserve order, and any person especially authorized by the court. ബേസിക്കലി കോർട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അല്ലെ, കോർട്ടിനകത്ത് ഒരുപാട് പേരുണ്ടാവും. എന്തെങ്കിലും റിപ്പോർട്ടേഴ്സോ മാറ്റർ ഓഫ് ലോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവിടെയുള്ള ലിക്വിഡേറ്റർ ഉണ്ടാവും, റിസീവർ ഉണ്ടാവും, ഒരു കമ്മീഷണർ കാണും, അല്ലെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഒറിജിനൽ ആണോ അതിന്റെ ഒതന്റിക്കേഷൻ ചെക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും. സോ അങ്ങനെ കോർട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്നാണ് ഒരു പബ്ലിക് സെർവന്റ് ആണെന്ന് പറയുന്നത്. അടുത്ത എവറി അസസർ ആർ എ മെമ്പർ ഓഫ് പഞ്ചായത്ത് അസിസ്റ്റിംഗ് എ കോർട്ട് ഓഫ് പബ്ലിക് സെർവന്റ്.
എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു കോർട്ടിനെയോ അല്ലെങ്കിൽ മറ്റൊരു പബ്ലിക് സെർവന്റിനെയോ അസിസ്റ്റ് ചെയ്യുന്ന ഒരു പഞ്ചായത്തിൽ നിന്നുള്ള ഏതൊരു വ്യക്തി അവരെ അസിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ ആരായിരിക്കും? ഒരു പബ്ലിക് സെർവന്റ് ആയിരിക്കും. പിന്നെ എവറി ആർബിട്രേറ്റർ ഓർ അതർ പേഴ്സൺ ടു ഹൂം എനി കോസ് ഓർ മാറ്റർ ഹാസ് ബീൻ റിഫേർഡ് ഓർ ഡിസിഷൻ ഓർ റിപ്പോർട്ട് ബൈ കോർട്ട് ഓർ ബൈ എനി അതർ കോമ്പറ്റന്റ് അതോറിറ്റി. ഒരു കോർട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റന്റ് ആയിട്ടുള്ള മറ്റൊരു അതോറിറ്റി ആരെങ്കിലും ആയിക്കോട്ടെ, അവര് ഒരാളെ നമ്മൾ നിയമിക്കുകയാണ് എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റർ സോൾവ് ചെയ്യാൻ വേണ്ടി ഒരാളെ നമ്മൾ നിയമിക്കുകയാണെങ്കിൽ ആ വ്യക്തി എന്ത് തന്നെയായിരിക്കും? ആ ഒരു പബ്ലിക് സെർവന്റ് ആയിരിക്കും. പിന്നെ എവരി പേഴ്സൺ ഹു ഹോൾഡ് എനി ഓഫീസ് ബൈ വെർച്യൂ ഓഫ് വിച്ച് ഹീസ് എംപവേർഡ് ടു പ്ലീസ് ടു കീപ് എനി ഒരാളെ ലീഗലി ഒരാളെ കൺഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക, ഡിറ്റൈൻ ചെയ്യുക എന്നാണ് കൺഫൈൻമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരാളെ പിടിച്ചു വെക്കാൻ ലീഗലി അലൗഡ് ആയിട്ടുള്ള ഏതൊരു വ്യക്തി. ഇതിൽ ആരൊക്കെ വരും? ഇത് ആരും ആവാം, ഒരു പോലീസ് ഓഫീസർ ആവാം, ഒരു ജയിലിലെ സൂപ്രണ്ടന്റ് ആവാം. സോ ഇവരൊക്കെ എന്താണ്? ഒരു പബ്ലിക് സെർവന്റ് ആണ്. ഇനി എവറി ഓഫീസർ ഓഫ് ദ ഗവൺമെന്റ് ഹൂസ് ഡ്യൂട്ടി as such officer to prevent offense or give informations or protect public health or safety. എന്താണ്? ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ എന്തിനു വേണ്ടി? ഒഫൻസസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒഫൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജസ്റ്റിസ് നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്? ഒരു പബ്ലിക് സെർവന്റ് ആണ്. ഇനി അടുത്തത് എച്ചിൽ പറയുന്നത് every officer whose duty is as officer to take, receive or extend any property on behalf of government, make any survey, assessment, contract on behalf of government, execute any revenue process, investigate or report any matter affecting the pecuniary interest of government, authenticate any documents relating to the pecuniary interest, prevent infraction of any law. എന്താണ്? ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഗവൺമെന്റ് ഒരു എന്തൊക്കെയാണ്? സർവേ നടത്താൻ, ഗവൺമെന്റ് കോൺട്രാക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, അസസ്മെന്റ്സ് നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഗവൺമെന്റ് പെക്യുനറി ആയിട്ടുള്ള ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ഏതൊരു വ്യക്തി എന്താണ്? പബ്ലിക് സെർവന്റ് ആണ്. അടുത്തതിനും അതുപോലെ തന്നെയാണ്. എനി സച്ച് ഓഫീസർ ടു ടേക്ക്, റിസീവ് ഓർ എക്സ്പെൻഡ് എനി പ്രോപ്പർട്ടി or make any survey, assessment or levy any rate or tax for any secular common purpose of village, town, district, or to make authenticate any document എന്നാണ്. വില്ലേജിനോ ടൗണിനോ ഡിസ്ട്രിക്റ്റിനോ ഒക്കെ വേണ്ടി നമ്മൾ ടാക്സ് കളക്ട് ചെയ്യുക, അതിനുവേണ്ടി സർവേ കണ്ടക്ട് ചെയ്യുക, അസസ്മെന്റ്സ് നടത്തുക, ഇവരൊക്കെ എന്താണ്? ഇവരും എന്ത് തന്നെയാണ്? ഒരു പബ്ലിക് സെർവന്റ് ആണ്. ഇനി അടുത്തെന്ന് പറഞ്ഞിട്ട് എന്താണ്? എവറി പേഴ്സൺ ഹു ഹോൾഡ് എനി ഓഫീസ് ബൈ വെർച്യൂ വിച്ച് ഈസ് അബൌട്ട് ടു പ്രിപ്പയർ എന്താണ്? പബ്ലിഷ് മെയിൻറ്റെയിൻ ഇലക്ട്രൽ റോൾ. സോ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ ഇലക്ട്രൽ റോള് നമ്മൾ റിവൈസ് ചെയ്യും. ആ സമയത്ത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് പേര് വരും. ഇവരൊക്കെ എന്താണ്? പബ്ലിക് സെർവൻസ് ആണെന്ന് പറയുന്നത്. അടുത്തെന്താ പറയുന്നത്? in the service or pay of a government or enumerated by claims or commission for the performance of any public duty. ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു പബ്ലിക് ഡ്യൂട്ടി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസ വാങ്ങുക, ഒരു സാലറി ഒക്കെ വാങ്ങുന്ന ആൾക്കാരെല്ലാവരും എന്തിനുള്ളവരും? പബ്ലിക് സെർവന്റ് ആയിട്ടുള്ളവരും. ഇനി അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇൻ ദ സർവീസ് ഓഫ് പേ ഓഫ് എ ലോക്കൽ അതോറിറ്റി. ഗവൺമെന്റ് മാത്രമല്ല, ലോക്കൽ അതോറിറ്റിയും അണ്ടിലും നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാർ അവിടുന്ന് പൈസ വാങ്ങുന്ന, ഫീസ് വാങ്ങുന്ന അല്ലെങ്കിൽ ആൾക്കാർ എന്തിനുള്ളവരും? പബ്ലിക് സെർവന്റ് ആയിട്ടുള്ളവരും. ഇനി ഇവിടെ സ്പെഷ്യലി കുറച്ച് ക്ലോസസ് വന്നിട്ടുണ്ട്. ജനറൽ ക്ലോസ് ആക്ട് ഓഫ് 1897 സെക്ഷൻ 3 ആൻഡ് ക്ലോസ് 31 ഡിഫൈൻ ചെയ്തിട്ടുള്ള ആൾക്കാർ ലോക്കൽ അതിപ്പം അതിൻ്റെ അണ്ടറിൽ ലോക്കൽ അതോറിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അവരെന്താണ്? പബ്ലിക് സെർവന്റ് ആണ്. അതുപോലെ തന്നെ ഒരു കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ 2013 കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 2 ക്ലോസ് 45 അണ്ടറിൽ കമ്പനിയോ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ഒരു കോർപ്പറേഷനോ അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരും എന്തിന്റെ അണ്ടറിൽ? പബ്ലിക് സെർവന്റ് അണ്ടറിൽ വരും. ഇനി അതിനൊരു കുറച്ച് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്? person falling under any of the description made in this clause are public servants whether they are appointed by the government or not. ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നില്ല ഈ പറയുന്ന ക്ലോസിനകത്തിൽ വരുന്ന എല്ലാവരും പബ്ലിക് സെർവന്റ് ആണ്. അവരെ ഗവൺമെന്റ് നേരിട്ട് അപ്പോയിന്റ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഈ ആക്ടുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ എന്താണ്? ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തില്ലെങ്കിലും പബ്ലിക് സെർവൻസ് തന്നെയാണ്. അടുത്തെന്താ പറയുന്നത്? Every person who is in actual possession of a situation of a public servant, whether legal defector, may be in the right to hold situation of a ഒരാള് പബ്ലിക് സെർവന്റിന്റെ ജോലികൾ അല്ലെങ്കിൽ അയാളുടെ ഫങ്ഷൻസോ ഡ്യൂട്ടീസോ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അയാളുടെ അപ്പോയിന്റ്മെന്റ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അയാളുടെ പബ്ലിക് സെർവന്റ് തന്നെയായിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു എന്താണ് ഒരു പബ്ലിക് സെർവന്റ്, ഒരു ഓഫീസർ, അയാള് ഓഫീസിൽ വേണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അയാളെ അപ്പോയിന്റ് ചെയ്ത രീതി ശരിയല്ല, അയാളെ ഐ മീൻ
എക്സ്പീരിയൻസ് വൈസ് അയാൾ ആയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുവാണെങ്കിൽ പോലും അയാൾ അപ്പോയിന്റ് ചെയ്ത സമയത്ത് അയാൾ എന്ത് ആക്ട് കണ്ടക്ട് ചെയ്താലും അയാൾ ഒരു പബ്ലിക് സെർവന്റ് ആയിട്ട് തന്നെ അയാളെ കൺസിഡർ ചെയ്തുള്ളൂ. അടുത്ത പറഞ്ഞത് ഇലക്ഷന്റെ കാര്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇലക്ഷന്റെ സമയത്തുള്ള ഇലക്ട്രൽ റോള് റിവൈസ് ചെയ്യുന്ന ആൾക്കാർ, ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ പബ്ലിക് സെർവന്റ് ആണെന്ന് പറഞ്ഞു. സോ ഇവിടെ ഇലക്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞത്, പർപ്പസ് ഓഫ് സെലക്ടിംഗ് മെമ്പേഴ്സ് ഓഫ് എനി ലെജിസ്ലേറ്റീവ് മുനിസിപ്പൽ ഓർ എനി പബ്ലിക് അതോറിറ്റി or whatever character this method of selection to which is by or under law for the primary force. ഇലക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ ആവാം. അതൊരു നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഒരു ഇലക്ഷൻ ആവാം, ഒരു മുനിസിപ്പലിലേക്കുള്ള ഒരു ഇലക്ഷൻ ആവാം, ഒരു പബ്ലിക് അതോറിറ്റിയുടെ എന്തെങ്കിലും ഇലക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ആ സമയത്ത് ബൈ ലോ ഫോഴ്സിലുള്ള എന്തൊരു കാര്യത്തിലേക്ക് വേണ്ടിയുള്ള ഇലക്ഷൻ ആവാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ചെറിയൊരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ്, ഒരു മുനിസിപ്പൽ കമ്മീഷണർ എന്താണ് ഒരു പബ്ലിക് സെർവന്റ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഇപ്പം ഒരുപാട് സബ് ക്ലോസസ് ഉണ്ട്, നമ്മൾ ഇന്ന് കെ വരെയുണ്ട്. അപ്പം ഇത് ഒരു 2-3 പ്രാവശ്യം വായിക്കാം, കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്ഷൻസ് ഒന്ന് വായിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകാൻ പാടില്ല. കാരണം സ്പെഷ്യലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് ഇവരൊക്കെയാണ് പബ്ലിക് സെർവന്റ് എന്ന് പറഞ്ഞ് ഈ സബ് ക്ലോസുകൾ ഈ ആക്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വരാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. സോ നമുക്ക് ഡെഫിനിഷന്റെ പോർഷനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള സെക്ഷൻസ് എത്രയുമായിരുന്നു, 2+28 വരെയുള്ള 6 സെക്ഷൻസ് ഡെഫിനിഷൻസ് ആണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു സെക്ഷൻ പഠിക്കാനുണ്ട്. അതെന്തിലാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3യിലാണ്, സെക്ഷൻ 3. സെക്ഷൻ 3യിൽ പറയുന്നത് ജനറൽ എക്സ്പ്ലനേഷൻസ് ആണ്. സെക്ഷൻ 2ൽ ഡെഫിനിഷൻസ് ആയിരുന്നു, സെക്ഷൻ 3യിൽ ജനറൽ എക്സ്പ്ലനേഷൻസ് ആണ്. ആ ജനറൽ എക്സ്പ്ലനേഷനിൽ നമുക്ക് പഠിക്കാൻ ആകെയുള്ളത് ഒരൊറ്റ സബ്സെക്ഷൻ ആണ്, വിച്ച് ഈസ് സബ്സെക്ഷൻ 5. അതിൽ എന്താ പറയുന്നത് വെച്ചാൽ when a criminal act is done by several persons in furtherance of the common intention of all, each of such person is liable for the act in the same manner as it is done by him alone. എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരുപാട് പേര് ഒരുമിച്ച് ഒരു ആക്ട് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അവരുടെയൊക്കെ ഇന്റൻഷൻ ഒന്ന് തന്നെയാണെങ്കിൽ അതിൽ അവരെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യും, അവരെല്ലാവരും സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് ആ ക്രൈം കമ്മിറ്റ് ചെയ്ത രീതിയിൽ തന്നെ കൺസിഡർ ചെയ്ത് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കും. ഒരു എക്സാമ്പിൾ എടുക്കാം, നമ്മളിപ്പം റോഡിൽ ഒരാള് കുറച്ച് പേര് കൂടി മദ്യത്തിന്റെ ലഹരിയിൽ ഒരുമിച്ച് എന്തെങ്കിലും ഒക്കെ അടിച്ചു കൊന്നു എന്ന് വിചാരിക്കും. സോ ഇതിപ്പം പറയുമ്പോൾ ഒരു സ്പെസിഫിക്കലി ഒരാളല്ല കൊന്നത്, ഇപ്പൊ ഒരാളുടെ അടി കൊണ്ടല്ല അയാൾ മരിച്ചത്, 4-5 പേർ ഒരുമിച്ച് അടിച്ച് എല്ലാവരെയും അടി കൊണ്ടിട്ടാണ് അയാൾ മരിക്കുന്നത്. സോ ഇതില് ഇവരെ എല്ലാവരും ഇൻഡിവിജ്വലി ഓരോ ആൾക്കാരും ആ മർഡർ ചെയ്തതായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് ഓരോരുത്തർക്കും പണിഷ്മെന്റ് കിട്ടും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഡെഫിനിഷൻസ് ആൻഡ് ജനറൽ എക്സ്പ്ലനേഷൻസിൽ ഇത്രയും സെക്ഷൻസ് ആണ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ചാപ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്ക് അതൊക്കെ പിന്നെ പഠിക്കാം. ഇപ്പോ ഈ പറഞ്ഞ സെക്ഷനിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് വിശ്വസിക്കുന്നു. ഒന്നും കൂടെ ബെയർ ആക്ട് എടുത്തിട്ട് നന്നായിട്ട് വായിച്ചു നോക്കാം. അതിലെ എക്സ്പ്ലനേഷൻസ് ഒക്കെ എപ്പോഴും വായിക്കേണ്ട ആവശ്യമില്ല. 1-2 പ്രാവശ്യം നന്നായിട്ട് വായിച്ചത് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സെക്ഷൻസ് എന്താണെന്നുള്ളത് മാത്രം ഓർമ്മയിൽ നിന്നാൽ മതി. സോ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായി എങ്കിൽ കമന്റ് ചെയ്യുക. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു.